തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന് തുറന്നു പറഞ്ഞ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ്. ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. ഉപകരണം ഇല്ലെന്ന കാരണത്താൽ ശസ്ത്രക്രിയ മുടക്കി എന്നതുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് നോട്ടീസിലുള്ളത്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നും നോട്ടീസിൽ പറയുന്നു. 1960-ലെ സർക്കാർ ജീവനക്കാരുടെ ചട്ടം ലംഘിച്ചു, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന തലത്തിൽ വീഴ്ച പറ്റി എന്നതൊക്കെയാണ് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള കുറ്റങ്ങൾ. അതേസമയം ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം കള്ളമെന്ന് ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാം കള്ളമാണെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. മൊത്തം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മുഴുവൻ കള്ളമാണെന്ന്, അങ്ങനെ ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ ഉപകരണം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം ഓടി നടന്ന് ഇവരെ ഇവിടുന്ന് അതിൻ്റെ 2 പ്രോബുകൾ ഇവിടുന്ന് സംഘടിപ്പിച്ച് തന്നതും പിന്നെ ഇവിടുന്ന് അത്യാവശ്യമായിട്ട് കളക്ടറേറ്റിൽ നിന്ന് ഇത് മൂവ് ചെയ്ത് അവർ ഹൈദരാബാദിൽ നിന്നൊക്കെ കൊണ്ടുതന്നതും ഒക്കെ അവർക്ക് ഉപകരണം ഇല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. ആ റിപ്പോർട്ട് കൊടുത്തത് ഒന്നുകിൽ വ്യാജം, അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് മെമ്മോസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജമാണ്. വിശദാംശങ്ങൾ PR പ്രവീണ നൽകും. പ്രവീണ, ഡോക്ടർ ഹാരിസിൻ്റേത് സർവീസ് നിയമങ്ങളിലെ ലംഘനമാണെന്നും ഓരോ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ വിശദീകരണ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് എന്തുകൊണ്ട് പറയേണ്ടിടത്ത് ഇതൊക്കെ പറഞ്ഞില്ല, പകരം പൊതുജന മധ്യത്തിൽ അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ വന്ന് ഇക്കാര്യം പറയുന്നു. ഇത് സർവീസ് ചട്ട ലംഘനമാണ്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല, എല്ലാ പരിധിയും വിട്ടായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ പെരുമാറ്റം. പ്രോബ് കേടായി എന്ന് പറയുന്ന ദിവസത്തിന്റെ പിറ്റേന്ന് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം മനഃപൂർവ്വം ശസ്ത്രക്രിയ മുടക്കി അദ്ദേഹം സർക്കാരിനെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ കടുത്ത ആരോപണങ്ങളാണ് ഈ വിശദീകരണ കുറിപ്പിൽ തന്നെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയുള്ള ഈ വിശദീകരണ കുറിപ്പിന് നാളെ തന്നെ മറുപടി നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യ സെക്രട്ടറിക്ക് താൻ നേരിട്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിയ മറുപടി നൽകും. അപ്പോൾ തന്നെ വിദഗ്ധ സമിതിക്ക് നൽകിയ എല്ലാ തെളിവുകളും ഇക്കൂട്ടത്തിൽ വയ്ക്കും. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അടിമുടി വ്യാജമാണ്. അവർ താൻ പറഞ്ഞിരിക്കുന്നത് അനലൈസ് ചെയ്തത് അടിമുടി വ്യാജമാണ്. അങ്ങനെ എല്ലാ തരത്തിലും വ്യാജമായൊരു റിപ്പോർട്ട് നൽകി തന്നെ അവഹേളിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ. അതായത് താൻ ഒരു തെറ്റ് ചെയ്തു എന്ന് സർക്കാർ ചൂണ്ടിക്കാണിച്ച അതേ തെറ്റ് വീണ്ടും ഡോക്ടർ ഹാരിസ് ഇന്നും ആവർത്തിച്ചിരിക്കുകയാണ് എന്ന് പറയാം. കാരണം പൊതുജന മധ്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വീണ്ടും സർക്കാരിനെതിരെ, സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് നടപടിയാണ് ഇനി ഇതിൽ ഉണ്ടാകുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഡോക്ടർ ഹാരിസിന്റെ മറുപടി, അദ്ദേഹം വിദഗ്ധ സമിതിക്ക് നൽകിയ അതേ മറുപടി, അതേ തെളിവുകൾ തന്നെ ആരോഗ്യ സെക്രട്ടറിക്ക് നൽകിയാൽ അത് അംഗീകരിക്കുമോ എന്നുള്ളതും സംശയകരമാണ്.